Good morning all, welcome to the video tutorial. So today we are going to deal about EDTA method. അപ്പോൾ EDTA മെത്തേഡിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. മെയിൻലി നമ്മുടെ സിലബസിൽ പറയുന്നത് EDTA മെത്തേഡ് കാൽക്കുലേഷൻ ആൻഡ് ന്യൂമറിക്കൽസ് ആണ്. അപ്പോൾ ബിഫോർ ദാറ്റ് നമ്മൾ ലാബിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും ഹാർഡ്നെസ് ഓഫ് വാട്ടർ, എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. സോ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു പ്രാക്ടിക്കൽ നോളേജ് ഈ ഒരു കാര്യത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പഠിച്ചെടുക്കാനും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ബിഫോർ ദാറ്റ് നമ്മളൊരു കാൽക്കുലേഷനാണ് നമ്മളിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ നമ്മൾ തിയറിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം, അതായത് ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. ആൻഡ് ഇത് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നായിട്ട് ഈ ഒരു ഇക്വേഷനിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ലാബിൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, നിങ്ങളുടെ ബ്യൂററ്റിൽ EDTA എടുത്തിട്ട് ആൻഡ് വിച്ച് ഈസ് ടൈറ്റേറ്റഡ് വിത്ത് ഹാർഡ് വാട്ടർ. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് N പോയിൻ്റ് കിട്ടി, നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തിയറിയാണ് നമുക്ക് വാട്ടർ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ തിയറി ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ EDTA ബ്യൂററ്റിൽ എടുക്കുകയാണ്. EDTA ആണ് ഇവിടെ ടൈട്രൻറ്റ്. അതേപോലെ നമ്മൾ ഇവിടെ ഈ കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? മെറ്റൽ EBT സൊല്യൂഷനാണ്. ദാറ്റ് മീൻസ് ഇതിനാണ് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞത്. ഹാർഡ് വാട്ടർ തന്നെയാണ് ഹാർഡ് വാട്ടർ പ്ലസ് EBT. എന്തുകൊണ്ടാണ് നമ്മൾ EBT എടുത്തിട്ടുള്ളത്? ബിക്കോസ് EBT എന്ന് പറയുന്നത് എറിയോക്രോം ബ്ലാക്ക് ടീ ആണ്. ആൻഡ് EBT ഈസ് ആക്ട് ആസ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യാണ് ഇവിടെ EBT. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യലി നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിൽ മെറ്റൽ EBT സൊല്യൂഷൻ ഉണ്ട്. ആൻഡ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത് EDTA വെച്ചിട്ടാണ്. ആൻഡ് ദിസ് ഈസ് അനലൈറ്റ്. ഇവിടെ ഹാർഡ് വാട്ടർ ആണ് അനലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് റിയാക്ഷനാണ് നടക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇനീഷ്യലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ ഹാർഡ്നെസ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഒരു കളർ ചേഞ്ച് ഉണ്ടാവുന്നില്ല അല്ലേ? നമ്മൾ ആഡ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, ബ്യൂററ്റിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴാണ് നമുക്ക് കളർ ചേഞ്ച് കിട്ടുന്നത് അല്ലേ? ഇനീഷ്യലി കിട്ടുന്നുണ്ടോ? ഇല്ല. എന്തായിരിക്കും അതിൻ്റെ റീസൺ? നമ്മൾ എൻ പോയിന്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഇനീഷ്യലി കിട്ടിക്കൂടെ എന്നുള്ള ഒരു തോട്ട് അവിടെ വരികയാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ കിട്ടില്ല. ബിക്കോസ് ഇവിടെ നമുക്ക് ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, EDTA ആൻഡ് ഹാർഡ് വാട്ടർ റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും 1:1 പ്രപ്പോർഷനിലാണ് നടക്കുക. സോ EDTയ്ക്ക് ഹാർഡ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ഒരു 1:1 പ്രപ്പോർഷൻ വരണം. സോ ഇനീഷ്യലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബ്യൂററ്റിൽ നിന്ന് നിങ്ങൾ EDTA ആഡ് ചെയ്യുന്നു. ഈ EDTA എവിടെ എത്തുകയാണ്? ഈ കോണിക്കൽ ഫ്ലാസ്കിൽ എത്തുന്നു അല്ലേ? കോണിക്കൽ ഫ്ലാസ്കിൽ എത്തുന്ന സമയത്ത് ഇവിടെ എന്താണുള്ളത്? നിങ്ങൾ നോക്കിയേ, മെറ്റൽ EBT കോംപ്ലക്സ് ആണുള്ളത്. മെറ്റൽ EBT കോംപ്ലക്സ് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൂടാതെ ഫ്രീ ആയിട്ടുള്ള M2+ മെറ്റലും നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിൽ ഉണ്ട്. അപ്പോൾ എല്ലാ കോംപ്ലക്സും അല്ലെ എല്ലാ മെറ്റലും EBT ആയിട്ട് കമ്പൈൻ ചെയ്യണമെന്നില്ല. കുറച്ച് മെറ്റൽ ഫ്രീ ആയിട്ടും കിടക്കും. അപ്പോൾ ആ മെറ്റലും ഈ വരുന്ന EDTയും കമ്പൈൻ ചെയ്തിട്ട് മെറ്റൽ EDTA കോംപ്ലക്സ് ഫോം ചെയ്യും. അത് ഇനീഷ്യലി ഫോം ചെയ്യുന്നുണ്ട്. നമ്മളൊരു ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല. ബിക്കോസ് അവിടെ ഒന്നും കളർ ചേഞ്ച് ഇല്ല. കാരണം കളർ ചേഞ്ചിൻ്റെ ഇൻഡിക്കേഷൻ അതല്ല. സോ ഇനീഷ്യലി ഇത് ഫോം ചെയ്യുന്നുണ്ട് മെറ്റൽ EDTA കോംപ്ലക്സ്. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുകയാണ്? നമ്മുടെ കയ്യിലുള്ള ഈ കോണിക്കൽ ഫ്ലാസ്കിലുള്ള ഫ്രീ മെറ്റൽസ് തീർന്നു പോകും. കൺസ്യൂം ചെയ്ത് അത് തീർന്നു പോവുകയാണ്. അങ്ങനെ അത് കൺസ്യൂം ചെയ്ത് അത് തീർന്നു പോകുമ്പോൾ ഈ വരുന്ന EDTA ഈ മെറ്റൽ EBTയുടെ അകത്തുള്ള EDTനെ എടുക്കാൻ തുടങ്ങും. മെറ്റൽ EBT കോംപ്ലക്സിലുള്ള മെറ്റൽ EBT കോംപ്ലക്സിലുള്ള മെറ്റലിനെ ആരെടുക്കാൻ തുടങ്ങും? EDTA എടുക്കാൻ തുടങ്ങും. എഗെയിൻ പിന്നെയും മെറ്റൽ EDTA കോംപ്ലക്സ് ഇങ്ങനെ ഫോം ചെയ്യും. ബട്ട് ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കളർ ചേഞ്ച് കിട്ടുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ കളർ ചേഞ്ച് കിട്ടുന്നത്? ബിക്കോസ് ഇവിടെ ഈ മെറ്റലും പോയി കഴിഞ്ഞാൽ, EDTA ആയിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആരാണ് ഫ്രീ ആവുന്നത്? EBT ആണ് ഫ്രീ ആവുന്നത്. ഈ EBTൻ്റെ കളറാണ് ആക്ച്വലി ബ്ലൂ. അതായത് ഇനീഷ്യലി ഇതിൻ്റെ കളറ് വൈൻ റെഡ് ആയിരുന്നു അല്ലേ?
എൻഡ് പോയിൻ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ബ്ലൂ കളറാവുന്നു. ഈ ബ്ലൂ കളർ എന്ന് പറയുന്ന ആരുടെ കളറാണ്? ഫ്രീ ഇൻഡിക്കേറ്ററിൻ്റെ കളറാണ്. ഇതാണ് നമ്മൾ ലാബിൽ ചെയ്യുന്ന ഹാർഡ്നെസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറി. ഞാനിതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് എഴുതി തരാം. നമുക്ക് ഇക്വേഷൻസ് ഫെമിലിയർ ആയിരിക്കും. അതായത് എന്ത് ഇക്വേഷനാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്? നമ്മൾ ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ മെറ്റൽ EBT combines with EDTA and we get എന്താണ്? മെറ്റൽ EDTA കോംപ്ലക്സ് വിത്ത് EBT. EBT കോംപ്ലക്സ് വിത്ത് EBT. അപ്പോൾ ഇവിടെ ആരാണ് ഫ്രീ ആവുന്നത്? EBT ആണ് ഫ്രീ ആവുന്നത്. ഈ മെറ്റൽ EBT കോംപ്ലക്സിൻ്റെ കളറാണ് വൈൻ റെഡ് കളർ. അതേപോലെ ഈ മെറ്റൽ EBT കോംപ്ലക്സ് എന്ന് പറയുന്നത് ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് ആണ്. പിന്നെ ആലോചിക്കാനുള്ളൊരു പോയിന്റ്, ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ pH അറൗണ്ട് 10 ആയിരിക്കണം. അങ്ങനെ 10 ആവാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ബഫറാണ് NH4Cl NH4OH ബഫർ. NH4Cl NH4OH ബഫർ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന മെറ്റൽ EDTA കോംപ്ലക്സ് ഈസ് കമ്പയർ ടു മെറ്റൽ EBT ദിസ് ഈസ് മോർ സ്റ്റേബിൾ കോംപ്ലക്സ്. മോർ സ്റ്റേബിൾ കോംപ്ലക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഫ്രീ ഇൻഡിക്കേറ്റർ കിട്ടി അല്ലേ? ഫ്രീ ഇൻഡിക്കേറ്റർ കിട്ടി. ആൻഡ് ദാറ്റ് ഫ്രീ ഇൻഡിക്കേറ്റർ ഗീവ്സ് ദ ബ്ലൂ കളർ. ഇവിടെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. നമ്മൾ വിചാരിക്കും ഈ മെറ്റൽ EDTൻ്റെ കളറാണ് ബ്ലൂ. അല്ല, ഒരിക്കലും അല്ല. ഫ്രീ ആവുന്ന ഇൻഡിക്കേറ്ററിൻ്റെ കളറാണ് ബ്ലൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ തിയറിയിൽ വരുന്ന കാര്യങ്ങൾ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ തിയറിയിൽ ഓർത്ത് വെക്കണ്ടൂ. ഇനി നമുക്ക് ഒരു സ്ട്രക്ചറും കൂടെ ജസ്റ്റ് ഞാനിവിടെ ഒന്ന് മെൻഷൻ ചെയ്തു തരാം. തിയറിയിൽ തന്നെ നമ്മൾ സ്ട്രക്ചറും കൂടെ പഠിക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് സ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. 1-2 സ്ട്രക്ചർ ഓർത്ത് വെക്കുക. ഫസ്റ്റ് നമ്മൾ EDTAയുടെ സ്ട്രക്ചർ, മോളിക്കുലാർ സ്ട്രക്ചർ ഒന്ന് നോക്കുകയാണ്. EDTAയുടെ മോളിക്കുലാർ സ്ട്രക്ചർ. അപ്പോൾ അതിനു വേണ്ടി NCH2 CH2 N CH2 COOH CH2 COOH. ഇതേപോലെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യാം. COOH CH2 COOH. ഇതാണ് നമ്മുടെ ആരുടെ സ്ട്രക്ചറാണിത്? ആക്ച്വലി ഇതാണ് നമ്മുടെ EDTAയുടെ മോളിക്കുലാർ സ്ട്രക്ചർ. മോളിക്കുലാർ സ്ട്രക്ചർ ഓഫ് EDTA വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ വേണമെങ്കിൽ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. ഇനി ഡൈവാലൻറ്റ് അയോൺ. ഇപ്പോൾ EDTൻ്റെ തന്നെ ഡൈവാലൻറ്റ് ആനയോൺ അല്ലെങ്കിൽ ഡൈവാലൻറ്റ് അയോൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും 2 Hനെ റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ മൈനസ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഈ സ്ട്രക്ചറാണ് EDTൻ്റെ ഡൈവാലൻറ്റ് ആനയോൺ സ്ട്രക്ചർ. H2Y2 മൈനസ് സ്ട്രക്ചർ. ഇതും വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു സ്ട്രക്ചർ കൂടെ ഉണ്ട്. നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു സ്ട്രക്ചർ. അതെന്താണ്? അതും സിമ്പിളാണ്. മെറ്റൽ EDTA കോംപ്ലക്സ് ഫോർമേഷൻ്റെ സ്ട്രക്ചർ. മെറ്റൽ EDTA കോംപ്ലക്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ ഒന്നുകൂടി വരക്കുകയാണ്. NCH2 CH2N. ഞാൻ ഈ ഒരു ഈ ഒരു പൊസിഷനിൽ വരക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. CH2 CO മൈനസ്. ഈ ഒരു രീതിയിൽ അത് വരച്ചാൽ മതി. നിങ്ങൾ എല്ലാം ഈ ഒരു പൊസിഷനിൽ വരച്ചാൽ. അപ്പോൾ ഇവിടെയും ഇതേപോലെ നിങ്ങൾ വരക്കുക. CH2 CO ഒരു കറക്റ്റ് ഒരു ഓർഡറിൽ വരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. ഇത് റിപ്പീറ്റ് ചെയ്യുക. CH2 CO മൈനസ് CH2 CO മൈനസ്. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, വരക്കാൻ പറ്റുമല്ലോ. എല്ലാം നമ്മൾ H റിമൂവ് ചെയ്തിട്ട് O മൈനസ് ആയി. ആൻഡ് നമ്മൾ സെൻറ്ററിൽ മെറ്റലിനെ കാണിക്കുക. ഇനി നമുക്കറിയാം EDTA എന്ന് പറയുന്നത് ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്.
2 പോയിൻറ്റ്സ്. ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്, അതൊരു പോയിൻറ്റ്. അതായത് ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ 6 പൊസിഷൻസ് അവൈലബിൾ ഫോർ ബോണ്ടിങ്. 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കീലേറ്റിംഗ് ലിഗാൻഡ് ഓൾസോ. കീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിംഗ് ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു കേജ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഒരു കേജ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും EDTA ഏതെങ്കിലും ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ മെറ്റൽ EDTA കോംപ്ലക്സ് ഇത് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ വരക്കുമ്പോൾ കുറച്ച് നീറ്റായിട്ട് വരക്കുക, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് മെറ്റൽ EDTA കോംപ്ലക്സിൻ്റെ സ്ട്രക്ചർ. ഇതും കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് 1-2 പ്രാവശ്യം വരക്കുമ്പോൾ ഇത് നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. സോ നമ്മൾ ഡയറക്റ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ കാൽക്കുലേഷനിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇതിൻ്റെ കുറച്ച് സ്റ്റെപ്സുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ EDTA മെത്തേഡിൻ്റെ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ജനറലി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇത് ലാബിൽ ചെയ്യുന്നുണ്ടാവില്ല. ഇതിലേതെങ്കിലും 1-2 സ്റ്റെപ്സ് ആയിരിക്കും നമ്മൾ ലാബിൽ എക്സ്പെരിമെൻ്റായിട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഒരു EDTA മെത്തേഡ് ചെയ്യുന്നത്, അതായത് ഒരു വാട്ടറിൻ്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ ഇത്രയും സ്റ്റെപ്സ് ആവശ്യമുണ്ട് ജനറലി. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ. അതായത് നമ്മുടെ കയ്യിൽ ഈ ഹാർഡ് വാട്ടറിൻ്റെ ഹാർഡ്നെസ് മെഷർ ചെയ്യണമെങ്കിൽ ഒരു ഹാർഡ് വാട്ടർ വേണം അല്ലേ? അപ്പോൾ നമ്മൾ ലബോറട്ടറിയിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു ഹാർഡ് വാട്ടർ മേക്കപ്പ് ചെയ്യണം അല്ലേ? ഏതെങ്കിലും ഒരു ഹാർഡ് വാട്ടർ നമ്മൾ ലാബിൽ മേക്കപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെയിൻലി കാൽഷ്യവും മഗ്നീഷ്യവും ആണ്. Ca2+ ആൻഡ് Mg2+ കോൺസെൻട്രേഷനാണ് നമ്മൾ ഹാർഡ്നെസ് പറയുന്ന ടേംസ് അല്ലേ? മെയിനായിട്ട് നമ്മൾ പറയുന്ന കോമ്പോസിഷൻസ് ആണ് മഗ്നീഷ്യവും കാൽഷ്യവും. അപ്പോൾ അതിൻ്റെ ടേംസിലാണ് പറയുന്നത്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ പ്രിപ്പയർ ചെയ്യണം. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാൽഷ്യം വെച്ചിട്ടാണ്. കാരണം അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ആണ് ഒരു സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത് ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഹൈലി ഇൻസോലബിൾ പ്രസിപ്പിറ്റേറ്റ് തരുന്ന ഒരു കോമ്പണൻ്റ് ആണ്. ഏത് കോമ്പണൻറ്റ്? CaCO3. അപ്പോൾ നമ്മൾ ഇതിവിടെ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. CaCO3 ആണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ CaCO3ൻ്റെ മോളിക്കുലർ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ 100 ആണ് വരുന്നത്. അപ്പോൾ 100 വരുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് കാൽക്കുലേഷൻ സൈഡിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈസിനെസ് ഓഫ് കാൽക്കുലേഷൻ അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്നതെന്ന്. സോ നമ്മൾ CaCO3യുടെ ഒരു ഹാർഡ് വാട്ടർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ഗ്രാം, 1 ഗ്രാം ആണെങ്കിൽ 1 ഗ്രാം നമ്മൾ വെയ് ചെയ്തെടുക്കണം. വെയിറ്റ് എടുത്തിട്ട് നമ്മളത് ഏതെങ്കിലും ഒരു ബീക്കറോ ഏതെങ്കിലും ഒന്നിൽ ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ഡൈലൂട്ട് HCl ആഡ് ചെയ്യുക, ഒരു 1 or 2 ഡ്രോപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സൊല്യൂഷൻ ഒരു 1 ലിറ്ററിൽ മേക്കപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ ആദ്യം ഈ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല എങ്ങനെ ഉണ്ടാക്കുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു 1 ലിറ്റർ ഹാർഡ് വാട്ടർ സൊല്യൂഷൻ നമ്മൾ ഈ സ്റ്റേജിൽ ഉണ്ടാക്കുന്നു, വെയ് ചെയ്തെടുത്തിട്ട്. അതുകൊണ്ടാണ് നമ്മളതിന് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ടേം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് എടുത്തത്, നമുക്ക് നോൺ വെയിറ്റ് ആണ്. സോ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA സൊല്യൂഷൻ. ഇത് നമ്മൾ ലാബിൽ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നത് അറിയില്ല. നമ്മൾ ചില കോളേജുകൾ ഇത് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA സൊല്യൂഷൻ. അതായത് നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത് EDTAയുടെ മൊളാരിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടറിൻ്റെ മൊളാരിറ്റി നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നിന്ന് തന്നെ നമുക്ക് M1 കിട്ടും. M1 നമുക്ക് നോൺ ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EDTAയുടെ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡീറ്റെയിൽസ് യൂസ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ M2 കണ്ടുപിടിക്കും. അതായത് EDTAയുടെ മൊളാരിറ്റി. ഇത് നമ്മൾ ലാബിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? എത്രയാണോ ഹാർഡ് വാട്ടർ, നമ്മൾ 20 ml ആണെങ്കിൽ 20 ml നമ്മൾ പിപ്പറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ 2 ml ബഫർ ആൻഡ് 2 ml 2 ഡ്രോപ്പ് EBT ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ട് ആൻഡ് ടൈട്രേറ്റഡ് വിത്ത് EDTA സൊല്യൂഷൻ ആൻഡ് ദ എൻഡ് പോയിൻറ്റ് ഈസ് കളർ ചേഞ്ചസ് ഫ്രം വൈൻ റെഡ് ടു ബ്ലൂ. ആ എക്സ്പെരിമെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്കൊരു ബ്യൂററ്റിലൊരു റീഡിങ് കിട്ടുമല്ലോ. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ആ സ്റ്റേജും കഴിഞ്ഞു. അടുത്ത സ്റ്റേജ് എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് അൺനോൺ ഹാർഡ് വാട്ടർ. ഇത് നമ്മൾ എന്തായാലും ഹാർഡ്നെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ലാബിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാകും ഈ എക്സ്പെരിമെൻറ്റ്. അതായത് നമുക്കൊരു അൺനോൺ ഹാർഡ് വാട്ടർ തരുവാണ്.
അപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു നോൺ വെയിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഹാർഡ് വാട്ടർ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ കാൽക്കുലേഷന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമുക്ക് തരുന്ന ഒരു ഹാർഡ് വാട്ടർ അതേതാണെന്നോ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ആ അൺനോൺ ഹാർഡ് വാട്ടറിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ടോട്ടൽ ഹാർഡ്നെസ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊസീജിയർ സെയിം ആസ് എബോവ്. എങ്ങനെയാണ്, 20 ml ആണെങ്കിൽ 20 ml പിപ്പറ്റ് ചെയ്യുക, നമ്മൾ ബഫർ ആഡ് ചെയ്യുക, EBT ആഡ് ചെയ്യുക, ടൈട്രേറ്റഡ് വിത്ത് EDT. ഈ EDT ആയിട്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുക. സെയിം പ്രൊസീജിയർ, എൻ പോയിൻറ്റ് വൈൻ റെഡ് ടു ബ്ലൂ. അപ്പോൾ അവിടെ നമ്മൾ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ബ്യൂററ്റിൽ റീഡിങ് കിട്ടും, ആ ഡീറ്റെയിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ടോട്ടൽ ഹാർഡ്നെസ് നമുക്ക് ഈ സ്റ്റെപ്പിൽ നിന്ന് കണ്ടുപിടിക്കാം. നമുക്ക് കാൽക്കുലേഷൻ പറയുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഹാർഡ്നെസ്സിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടി ഈ ഒരു സ്റ്റെപ്പിന്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, എസ്റ്റിമേഷൻ ഓഫ് പെർമനൻറ്റ് ഹാർഡ്നെസ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പെർമനൻറ്റ് ഹാർഡ്നെസ്സും കണ്ടുപിടിക്കാം. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എസ്റ്റിമേഷൻ ഓഫ് ടെമ്പററി ഹാർഡ്നെസ്. നമുക്ക് ഈ രണ്ട് ഡീറ്റെയിൽസും കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് മൈനസ് ചെയ്യാം. ടോട്ടൽ ഹാർഡ്നെസ്സിൽ നിന്ന് പെർമനൻറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പററി ഹാർഡ്നെസ് കിട്ടും. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇനി ഈ ഒരു എസ്റ്റിമേഷൻ ഓഫ് പെർമനൻറ്റ് ഹാർഡ്നെസ് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യുന്ന ഹാർഡ്നെസ് ആണ് ടെമ്പററി ഹാർഡ്നെസ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ അൺനോൺ ഹാർഡ് വാട്ടറിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹീറ്റ് ചെയ്താൽ മതി. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ആവും. അപ്പോൾ അതിൽ റിമൈൻ ചെയ്യുന്നത് പെർമനൻറ്റ് ഹാർഡ്നെസ് ആയിരിക്കും. ആ ഹാർഡ്നെസ്സുള്ള ഹാർഡ് വാട്ടറിനെ നമ്മൾ സെയിം പ്രൊസീജിയറിൽ എഗെയിൻ ഒന്നുകൂടി എന്ത് ചെയ്യുക, ടൈട്രേറ്റ് ചെയ്യുക വിത്ത് EDTA. എഗെയിൻ നമുക്ക് ഈ ബ്യൂററ്റിൽ റീഡിങ് കിട്ടും. ആ ഡീറ്റെയിൽസ്, നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റേജിൽ എന്ത് കിട്ടുന്നു, പെർമനൻറ്റ് ഹാർഡ്നെസ് കിട്ടുന്നു. ഫൈനലി മൈനസ് ചെയ്തിട്ട് ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഒരു EDTA മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമുക്ക് ഓരോ എങ്ങനെയാണ് കാൽക്കുലേഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്നത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിന് കാൽക്കുലേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, EDTA കാൽക്കുലേഷൻ്റെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്, EDTA കാൽക്കുലേഷൻ അല്ലേ, അതിൻ്റെ പ്രൊസീജിയറാണ്, ഐ മീൻ സ്റ്റെപ്സ് ഓഫ് ദി കാൽക്കുലേഷനാണ് പറയുന്നത്. കാൽക്കുലേഷൻ ഓഫ് മൊളാരിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ, അതാണ് സ്റ്റെപ്പ്. ഞാനിവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് ഈ സ്റ്റെപ്സിൻ്റെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അതായത് ആദ്യം നമ്മൾ 1 gram CaCO3 വെയിറ്റ് എടുക്കുന്നു ആൻഡ് ഡൈലൂട്ട് HCl മിക്സ് ചെയ്യുന്നു. ദെൻ ഇവാപ്പറേറ്റഡ് ടു ഡ്രൈനസ് ഇൻ എ ചൈന ഡിഷ്, അതായത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളയാൻ. ആൻഡ് ഫൈനലി നമ്മൾ അതിൻ്റെ ഒരു 1 liter സൊല്യൂഷൻ മേക്കപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ 1 liter സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫർദർ ഹാർഡ്നെസ് എസ്റ്റിമേഷൻ ടൈട്രേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ 1 gram CaCO3 1 liter സൊല്യൂഷൻ ഓഫ് ഹാർഡ് വാട്ടർ, അതവിടെ നമ്മളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഓരോ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെയിറ്റ് ഓഫ് CaCO3, അത് നമുക്ക് ഗിവൺ ആണല്ലോ. എത്ര വെയിറ്റാണ് നമ്മൾ എടുത്തിട്ടത്, 1 gram അല്ലേ, 1 gram ആണ് നമ്മൾ എടുത്തത്. ആൻഡ് നെക്സ്റ്റ് വി നോ ദാറ്റ് മോളിക്യുലാർ വെയിറ്റ് ഓഫ് CaCO3 ഈക്വൽ ടു 100, അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ, വി നോ ദാറ്റ്. ആൻഡ് നെക്സ്റ്റ് therefore മോൾസ് ഓഫ് CaCO3, എത്ര മോൾസ് ഉണ്ട് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും, അത് നമുക്ക് അറിയുന്ന ഇക്വേഷനാണ്, നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്, വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് അല്ലേ, അങ്ങനെ പറഞ്ഞാൽ എത്രയാണ് വരിക, 1/100. 1/100 ആണ് വരിക. നമ്മൾ അതവിടെ വെച്ചു. ആൻഡ് നെക്സ്റ്റ് വോളിയം ഓഫ് വാട്ടർ, എത്ര വാട്ടറിലാണ് നമ്മൾ ഈ ഹാർഡ് വാട്ടറിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കിയത്, വോളിയം ഓഫ് വാട്ടർ ഈക്വൽ ടു 1 liter, അതും അവിടെ ഗിവൺ ആണ്. 1 literലാണ് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ നമുക്കറിയുന്ന ഇക്വേഷനാണ്, ദെൻ therefore മൊളാരിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ ഈക്വൽ ടു, ഇപ്പോൾ മൊളാരിറ്റീൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനാണ്. മോൾസ് ഓഫ് CaCO3 ബൈ മോൾസ് ബൈ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, മോൾസ് ബൈ വോളിയം ഓഫ് വാട്ടർ ഇൻ ലിറ്റർ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ കൊടുക്കുകയാണ്. ആൻഡ് നമ്മൾ ഡയറക്റ്റ് ഇതിൽ അപ്ലൈ ചെയ്തോ. മോൾസ് ഓഫ് CaCO3 എത്രയാണ്, മോൾസ് ഓഫ് CaCO3 1/100 അല്ലേ. സൊല്യൂഷൻ്റെ എത്ര ലിറ്റർ എടുത്തു, 1 liter. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക, 1/100 തന്നെ. 1/100 തന്നെയാണ് മൊളാരിറ്റി വരുന്നത് അല്ലേ, 1/100 തന്നെയാണ് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളതൊന്ന് മാറ്റി എഴുതുകയാണ്.
therefore molarity of എന്താണ് molarity of standard hard water, that means M1 equal to molarity of standard hard water M1 equal to 1/100 means 0.01 molar, and this is equation number 2. This is first step. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓർത്തിരിക്കുക. 0.01 മോളാർ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടറിൻ്റെ മൊളാരിറ്റി കിട്ടി. സ്റ്റെപ്പ് 2 ADTA വേഴ്സസ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ ടൈട്രേഷൻ നമ്പർ 1. ഇപ്പോൾ ഞാൻ റൈറ്റിലെ പ്രൊസീജിയർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ബ്യൂററ്റിൽ ADTA സൊല്യൂഷൻ ഫില്ല് ചെയ്യുന്നു. നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിൽ ഞാൻ 10 ml ഹാർഡ് വാട്ടർ പ്രിപ്പയർ ചെയ്തിട്ട് ബഫർ ആൻഡ് EBT ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷനാണിത്. അസ്യൂം ചെയ്യുക. ഇപ്പോൾ VA എന്നിവിടെ കാണിച്ചിട്ടുള്ളത് നമുക്ക് ബ്യൂററ്റിൽ ആ എൻ പോയിന്റിൽ കിട്ടുന്ന റീഡിങ് മാത്രമാണ്. സോ നമുക്ക് ഡയറക്റ്റ് പ്രൊസീജിയറിലോട്ട് പ്രോബ്ലത്തിൻ്റെ ഇതിലോട്ട് പോവാം. എന്താണ് ഹിയർ നമ്മൾ അസ്യൂം ചെയ്യാണ്, ലെറ്റ് വോളിയം ഓഫ് EDTA കൺസ്യൂംഡ്. അപ്പോൾ അതായത് ഈ ടൈട്രേഷനിൽ എത്ര EDTA കൺസ്യൂം ചെയ്ത് തീർന്നു, ഞാനത് VAML എന്ന് അസ്യൂം ചെയ്യുകയാണ്. എനിക്കറിയില്ല, ഞാനത് അസ്യൂം ചെയ്യുകയാണ് VAML എന്ന്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. Then we know that EDTA and hard water titration is based on 1:1 അല്ലെ 1:1 ടൈട്രേഷൻ ആണ്. ദാറ്റ് മീൻസ് നമുക്കൊരു അസംഷനിലോട്ട് നമ്മൾ എത്തുകയാണ്. 1 mol ഓഫ് EDTA ഈക്വലൻസ് ടു എന്തിന് ഈക്വലൻസ് ആണ്? 1 mol ഓഫ് മെറ്റൽ അയോൺസ് അല്ലേ, മെറ്റൽ അയോൺ, അത് ഹാർഡ് വാട്ടർ മെറ്റൽ അയോൺ സൊല്യൂഷൻ. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി തിയറിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ്. 1:1 പ്രപ്പോർഷനിലാണ് റിയാക്ഷൻ നടക്കുന്നത്. സോ ഇങ്ങനെയാണെങ്കിൽ മോൾസ് ആണ്, നമുക്ക് മോൾസിനെ മാറ്റണം. കാരണം പ്രോബ്ലത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഈസി അല്ല. സോ നമുക്കറിയുന്നൊരു കാര്യമാണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ, വോളിയം ആണ്. അങ്ങനെയാണെങ്കിൽ മോൾസിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്താ കിട്ടുക? മൊളാരിറ്റി ഇൻറ്റു വോളിയം M/V. ക്ലിയർ ആയോ? ഞാനതിവിടെ എഴുതുകയാണ് മോൾസിൻ്റെ ടേമിൽ. ദാറ്റ് മീൻസ് എനിക്ക് എങ്ങനെയുള്ള ഇക്വേഷൻ കിട്ടുകയാണ്? ഞാൻ ഒരു സൈഡിൽ ഹാർഡ് വാട്ടർ, ഇതെങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഹാർഡ് വാട്ടർ, ഒരു സൈഡിൽ EDTA എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യുകയാണ്? 1 mol ഓഫ് EDTA ഈക്വലൻസ് ടു എന്തിന് ഈക്വലൻ്റ് ആണ്? മോൾസ് എന്തിൻ്റെ ടേംസിൽ എഴുതി? M/V. അപ്പോൾ ഹാർഡ് വാട്ടറിൻ്റെ M/V. ദാറ്റ് മീൻസ് M1V1 ഓഫ് ഹാർഡ് വാട്ടർ ഈക്വൽ ടു M2V2 ഓഫ് EDTA. ഇക്വേഷൻസ് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. നമ്മൾ എൻറ്റയർ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഈ 3 ഇക്വേഷനാണ് ഈ പ്രോബ്ലത്തിൽ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഓരോ വാല്യൂ ആയിട്ട് ഇതിൽ അപ്ലൈ ചെയ്യട്ടെ. നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. M1ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കിട്ടി? 0.01 അല്ലേ. V1 എത്രയാണ്? നമുക്ക് ഹാർഡ് വാട്ടർ നമ്മൾ 10 ml ആണ് എടുക്കുന്നത്. ദെൻ M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EDTൻ്റെ മൊളാരിറ്റി M2 അത് നമുക്കറിയില്ല, അതാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്നത് EDTA വേഴ്സസ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടറിൽ. സോ M2 അതേപോലെ എഴുതുക. V2 എത്രയാണ്? VA. ഇനി ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് therefore M2 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. M2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0.01 × 10/VA എന്നല്ലേ വരിക? എന്താ വരിക M2ൻ്റെ ഇക്വേഷൻ? M2 ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 0.01 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 അല്ലേ, 0.1/VA മോളാർ, 0.1/VA മോളാർ. ആൻഡ് ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. കാരണം അതൊരു ഇൻഫർമേഷൻസ് ആണ് M2. therefore ഞാൻ ഒന്നുകൂടി ഇക്വേഷൻ എഴുതുകയാണ്. therefore molarity of EDTA solution M2 equals to 0.1/VA മോളാർ. യൂണിറ്റ് ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് സ്റ്റെപ്പ് 2 എന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. സോ സ്റ്റെപ്പ് 3 ആണ് അടുത്തത്. സ്റ്റെപ്പ് 3 EDTA വേഴ്സസ് സാമ്പിൾ ഹാർഡ് വാട്ടർ, അൺനോൺ ഹാർഡ് വാട്ടർ, ആൻഡ് ദാറ്റ് ഈസ് ടൈട്രേഷൻ നമ്പർ 2. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ടൈട്രേഷൻ ആണ്. അപ്പോൾ അതിൻ്റെയും ഒരു ഇത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയഗ്രാം. നമ്മൾ ബ്യൂറിറ്റും സെയിം പ്രൊസീജിയർ. നമ്മൾ ഇവിടെ എടുക്കുന്ന വാട്ടർ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ അല്ല, ഇൻസ്റ്റെഡ് വി ആർ യൂസിങ് സാമ്പിൾ ഹാർഡ് വാട്ടർ, അൺനോൺ സാമ്പിൾ ഹാർഡ് വാട്ടർ. അപ്പോൾ അത് 10 ml പിപ്പറ്റ് ചെയ്തു, എന്നിട്ട് ബഫർ ആഡ് ചെയ്തു, EBT ആഡ് ചെയ്തു, ടൈട്രേറ്റഡ് വിത്ത് EDTA. അപ്പോൾ നമുക്ക് എൻ പോയിൻറ്റ് ബൈൻഡഡ് ടു ബ്ലൂ കിട്ടി. ആൻഡ് അവിടെ നമ്മൾ യൂസ് ചെയ്ത കൺസ്യൂം ചെയ്ത EDTA VBML എന്ന് ഞാൻ അസ്യൂം ചെയ്തു.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ഇതേപോലെ തന്നെ എഴുതാം, നമ്മുടെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എഴുതാം. സോ സെയിം പ്രൊസീജിയർ വി ആർ ഡിസ്കസ്ഡ് എബോവ്, സെയിം പ്രൊസീജിയറാണ്. ആൻഡ് യൂസിങ് ഇക്വേഷൻ 3 അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂസിങ് ഇക്വേഷൻ 3 ആൻഡ് വി ഗെറ്റ്, നമ്മുടെ ഇക്വേഷൻ 3 എന്താണ് നിങ്ങൾ എപ്പോഴും ഇതേപോലെ എടുത്ത് എഴുതുക, അല്ലെങ്കിൽ നമ്മളോട് മാറിപ്പോവും. ഇക്വേഷൻ നമ്പർ 3 നമ്മൾ അവിടെ അങ്ങ് എഴുതി വെക്കുക, അപ്പോൾ നമുക്കൊന്നും തെറ്റില്ല. ഇതായിരുന്നു ഇക്വേഷൻ നമ്പർ 3. ഇത് ഞാനിവിടെ എഴുതി വെക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ കാൽക്കുലേഷൻ എളുപ്പമാവും. ഇക്വേഷൻ 3 ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ ഈ ഇക്വേഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തോ. അപ്പം നമുക്ക് M1 എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് ഇവിടെ യൂസ് ചെയ്യുന്ന ഹാർഡ് വാട്ടർ ഡിഫറെൻ്റ് ആണ്. നേരത്തെ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ ആയിരുന്നു, ഇവിടെ യൂസ് ചെയ്യുന്നത് സാമ്പിൾ ഹാർഡ് വാട്ടർ ആണ്. ഹാർഡ് വാട്ടർ ഡിഫറെൻ്റ് ആണ്. സോ ഐ ആം ടേക്കിംഗ് M1 ഇൻറ്റു V1 എത്രയാണ്, നമ്മൾ എത്ര വോളിയമാണ് എടുത്തത്, നമ്മൾ 10 തന്നെയാണ് എടുത്തത്, 10 ml ആണ് യൂസ് ചെയ്തത്. ആൻഡ് M2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 0.1/VA ആണ് മൊളാരിറ്റി ഓഫ് EDTA ഇൻറ്റു V2 VBML. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആൻസർ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഡയറക്റ്റ് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്, M1 ഈക്വൽ ടു, അപ്പോൾ നമ്മൾ തന്നെ അത് ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0.1 ഉണ്ട്, 10 ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഡിനോമിനേറ്ററിലോട്ട് പോകും അല്ലേ, ഈ ഒരു പൊസിഷനിലോട്ട് പോകും. അപ്പോൾ അത് മുകളിലോട്ട് പോകുമ്പോൾ 0.01. അപ്പോൾ ഇവിടെ മാത്സ് ആണ് കംപ്ലീറ്റ്ലി. അപ്പോൾ നമ്മളുടെ മാത്സിൻ്റെ ലോജിക്ക് മാത്രമേ ഇപ്പോൾ ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. VB/VA മോളാർ നമുക്ക് കിട്ടി. ആൻഡ് ഇവിടെ നമ്മൾ ഇക്വേഷൻ സ്റ്റോപ്പ് ചെയ്തോ, ഇല്ല, നമ്മുടെ ഇക്വേഷൻ സ്റ്റോപ്പ് ചെയ്തില്ല, ബിക്കോസ് അതവിടെ എൻഡ് ചെയ്യുന്നില്ല. ഫർദർ നമുക്കത് ചെയ്യണം, ഫർദർ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ, നമുക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ 4 ഇക്വേഷൻ നമ്പർ കൊടുത്തതുകൊണ്ട് നമ്മളിവിടെ കാര്യമായിട്ട് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വേഷൻ എഴുതുക, total hardness equal to molarity into molecular weight into 1000 ppm. ഈ ഇക്വേഷൻ എഴുതുക. ആൻഡ് വി നോ ദാറ്റ് M1 ആണ് നമ്മുടെ കണ്ടുപിടിച്ചത്. മോളിക്കുലർ വെയിറ്റ് 100 ആണ്, 1000. ഈ 1000 എവിടെ നിന്ന് വന്നു, 1 ലിറ്ററിലാണ് ആദ്യം നമ്മളിത് പ്രിപ്പയർ ചെയ്തത്, സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ. ദാറ്റ് മീൻ 1000 ml. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി 0.01 VB/VA ഇൻറ്റു 100 ഇൻറ്റു 1000. ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക, നമുക്ക് എത്ര ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ 0.01 അതും പോയി കഴിഞ്ഞാൽ റിമൈൻ ചെയ്യുന്ന ടേം 1000 VB/VA ppm. ഇതാണ് നമുക്ക് കിട്ടുന്നത് ടോട്ടൽ ഹാർഡ്നെസ്. ആൻഡ് ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5, ടോട്ടൽ ഹാർഡ്നെസ്. ഇപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് എന്താണ്, 1000 VB/VA. ഇതാണ് സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യുന്നത്. സ്റ്റെപ്പ് 4 എന്താണ് സ്റ്റെപ്പ് 4 പറയുന്നത്, EDTA വേഴ്സസ് സാമ്പിൾ ഹാർഡ് വാട്ടർ ആഫ്റ്റർ ബോയിലിംഗ്. ബോയിൽ ചെയ്യുക, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സാമ്പിൾ ഹാർഡ് വാട്ടറിനെ ബോയിൽ ചെയ്തിട്ട് അതിൽ എന്ത് റിമൂവ് ചെയ്യുക, ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം. ആൻഡ് ദെൻ നമുക്ക് ആ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സെയിം ടൈട്രേഷൻ ചെയ്യുക, 10 ml വെച്ചിട്ട് ചെയ്യുക. VC എന്ന് പറയുന്നത് ഇവിടെ കൺസ്യൂം ചെയ്ത EDTA ആണ്. ആൻഡ് ദിസ് ഈസ് റിമൂവൽ ഓഫ് ടെമ്പററി ഹാർഡ്നെസ്. ദിസ് ബോയിലിംഗ് ഇൻഡിക്കേറ്റ് റിമൂവൽ ഓഫ് ടെമ്പററി ഹാർഡ്നെസ്. ആൻഡ് ദിസ് ഈസ് ടൈട്രേഷൻ നമ്പർ 3. അത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി വർക്കൗട്ട് ചെയ്യുമോ, നമ്മുടെ ഇക്വേഷൻ എന്താ, യൂസിങ് ഇക്വേഷൻ 3. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻ 3 നമ്മൾ എപ്പോഴും അവിടെ എഴുതി വെക്കണം, അല്ലെങ്കിൽ നമ്മളോട് തെറ്റിപ്പോവും. ഇപ്പം ഞാനിവിടെ സൈഡിൽ എഴുതി വെക്കുന്നുണ്ട് M1 V1 ഈക്വൽ ടു M2 V2. ഇത് എഴുതി വെച്ചാൽ നമ്മൾ സേഫായി, പിന്നെ നമ്മളോട് തെറ്റില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്തോ. നമുക്ക് M1 ഹാർഡ് വാട്ടർ സെയിം ആണോ, നേരത്തെ ചെയ്ത ഹാർഡ് വാട്ടർ ആണോ, അല്ല, ബിക്കോസ് അത് ഹീറ്റ് ചെയ്തിട്ടുള്ള ഹാർഡ് വാട്ടർ ആണ്. സോ M1 കൊടുക്കാൻ പറ്റില്ല, M1 കൊടുക്കാൻ പറ്റില്ല. സോ M1 V1 10 ml ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതാണ് നമ്മൾ 10 കാണിച്ചിട്ടുള്ളത്. ആൻഡ് M2 0.1/VA നമ്മൾ ആദ്യം ചെയ്ത ഹാർഡ്നെസ്, അതായത് EDTA ഹാർഡ്നെസ്. കാരണം EDTA ഇവിടെ സെയിം ആണ് യൂസ് ചെയ്യുന്നത്, എവിടെയും ഡിഫറൻസ് ഇല്ല. ആൻഡ് V2 ഞാൻ VC ml. ആൻഡ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ലെറ്റ് വോളിയം ഓഫ് EDTA കൺസ്യൂംഡ്. ഇപ്പോൾ ഏതൊരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇത് നിങ്ങൾക്ക് എഴുതിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. VC ml, നേരത്തെ VBML, VAML, അങ്ങനെ നമുക്ക് എഴുതാം. ഇനി നിങ്ങൾ ജസ്റ്റ് M1 നിന്ന് കണ്ടുപിടിക്കുക.
M1 ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എത്ര നിങ്ങൾക്ക് കിട്ടുക? 0.01 VC/VA. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന M1 ഡബിൾ ഡാഷ്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിയർ ആണ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർമനൻറ്റ് ഹാർഡ്നെസ് കണ്ടുപിടിച്ചൂടെ? പെർമനൻറ്റ് ഹാർഡ്നെസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ തന്നെ, M1 ഡബിൾ ഡാഷ് ഇൻറ്റു 100 ഇൻറ്റു 1000 ഇൻറ്റു ppm. സോ നിങ്ങൾ ഡയറക്റ്റ് വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഡയറക്റ്റ് നിങ്ങൾ വാല്യൂ അപ്ലൈ ചെയ്തോ. വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരിക? 0.01 VC/VA ഇൻറ്റു 100 ഇൻറ്റു 1000 and 1000 VC/VA ppm. Total hardness, that is equation number, നേരത്തെ ഇക്വേഷൻ നമ്പറിൻ്റെ ബാക്കി എത്രയാണ് എടുത്തത്? അതിപ്പോൾ 6 ആണ്. 6 എത്രയാണെന്ന് നോക്കിയിട്ട് ചെയ്യാം. പെർമനൻറ്റ് ഹാർഡ്നെസ്. അപ്പോൾ ഈ ഒരു സ്റ്റേജും കഴിഞ്ഞു. നമ്മുടെ ഫൈനൽ സ്റ്റേജിലെത്തി. സ്റ്റെപ്പ് 5 എസ്റ്റിമേഷൻ ഓഫ് ടെമ്പററി ഹാർഡ്നെസ്. ഡയറക്റ്റ് മൈനസ് ചെയ്യുക. ടെമ്പററി ഹാർഡ്നെസ് ഈക്വൽസ് ടു ടോട്ടൽ ഹാർഡ്നെസ് മൈനസ് പെർമനൻറ്റ് ഹാർഡ്നെസ്. അപ്പോൾ ഈ സ്റ്റേജിൽ ജസ്റ്റ് ന്യൂമറിക്കൽ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. സോ നമുക്ക് ഓൾറെഡി കിട്ടിയ വാല്യൂസാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. 1000 VB/VA മൈനസ് 1000 VC/VA. അപ്പോൾ ഇത് നിങ്ങൾ 1000 കോമൺ എടുത്തു കഴിഞ്ഞാൽ VB മൈനസ് VC/VA കിട്ടും, ppm. അപ്പോൾ നമുക്ക് ഫൈനലി എന്തും കിട്ടി? നമുക്ക് 7th ഇക്വേഷൻ ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് കിട്ടി. ഇത്രയാണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ജനറൽ ഫോം. ഇനി നമ്മൾ ഡയറക്റ്റ് ന്യൂമറിക്കലിലോട്ട് കിടക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഇത് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ M1 V1 = M2 V2 ഇക്വേഷനൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ള ഒരു ഐഡിയയിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഇത്രയും സ്റ്റെപ്സ് പോലും പ്രോബ്ലത്തിലില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോർമേഷനിലാണ് നമ്മളിതൊരു ഡെറിവേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ജനറൽ ഫോം ഓഫ് കാൽക്കുലേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ പ്രോബ്ലം ഒന്ന് വായിക്കാം. EDTൻ്റെ 0.28 gram of calcium carbonate was dissolved in HCl and the solution was made to 1 liter with distilled water, and 100 ml of the above solution required 28 ml of EDTA solution for titration. 100 ml of hard water sample required 33 ml of EDTA for titration. After boiling, cooling and filtering, the 100 ml of this required 10 ml EDTA. Find temporary and permanent hardness. നമ്മൾ ചെയ്ത പ്രൊസീജിയർ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം. ഇതിലെല്ലാം പറയുന്നുണ്ട്. ആദ്യത്തെ നമ്മുടെ 28 gram പറയുന്നത് സ്റ്റെപ്പ് 1 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ. പിന്നെ പറയുന്നത് എന്താണ്? നമ്മുടെ EDTA ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ പറയുന്നത് അൺനോൺ ഹാർഡ് വാട്ടർ സാമ്പിളിൻ്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നതാണ്. പിന്നെ പറയുന്നത് പെർമനൻറ്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നതാണ് റിമൂവ് ചെയ്തിട്ട്. അതാണ് ബോയിലിംഗ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ബോയിലിംഗ് അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ബിഫോർ ദാറ്റ് നമുക്ക് ഇങ്ങനെ ഒരു വലിയ ക്വസ്റ്റ്യനാണ് EDTA തരിക. അപ്പോൾ തരുന്ന സമയത്ത് നമ്മൾ ടെൻഷനാവേണ്ട ഒരു കാര്യമില്ല, കാരണം എല്ലാ ഡീറ്റെയിൽസും ഈ പ്രോബ്ലത്തിലുണ്ട്. നമ്മൾ ജസ്റ്റ് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി? M1 V1 = M2 V2. കംപ്ലീറ്റ് പ്രോബ്ലത്തിലും ആ ഇക്വേഷനാണ് പറയുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മളതൊന്ന് ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഈ വാല്യൂസൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്യും, നമുക്ക് ആവശ്യമുള്ള വാല്യൂസ്. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള വാല്യൂസ് എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. 10 ml 100 ml കണ്ടോ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇതെന്താണ്? ഇത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ട ഡീറ്റെയിൽസ്, ഇത് രണ്ടും രണ്ടാമത്തെ സ്റ്റെപ്പിന് വേണ്ട ഡീറ്റെയിൽസ്, ഇത് രണ്ടും മൂന്നാമത്തെ സ്റ്റെപ്പ്, ആൻഡ് ഇത് രണ്ടും നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് കാൽക്കുലേഷൻ മൊളാരിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് നമുക്ക് റീഡിങ് അറിയാം. എന്താണ്? 0.28 gram of CaCO3 വാസ് ഡിസോൾവ്ഡ് ഇൻ എന്താണ് HCl ആൻഡ് മെയ്ഡ് അപ്പ് ടു 1 liter സൊല്യൂഷൻ അല്ലേ ഉണ്ടാക്കിയെന്ന് പറയും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഞാൻ ലൂസിലോട്ട് കിടക്കുകയാണ്. വെയ്റ്റ് ഓഫ് CaCO3 എത്രയാണ്? 0.28 gram, ആൻഡ് വി നോ ദാറ്റ് മോളിക്കുലാർ വെയ്റ്റ് ഓഫ് CaCO3 100 അല്ലേ. അങ്ങനെയാണെങ്കിൽ മോൾസ് ഓഫ് CaCO3 =
വെയ്റ്റ് ബൈ മോളിക്കുലാർ വെയ്റ്റ് ദർഫോർ 0.28/100. ഇതിങ്ങനെ തന്നെ അവിടെ വെക്കുക കേട്ടോ, നിങ്ങളൊന്നും സോൾവ് ചെയ്യാൻ പോകണ്ട. ഇനി വോളിയം ഓഫ് വാട്ടർ V = 1 liter ഗിവൺ ആണല്ലോ. അതെ. ഇനി therefore molarity of standard hard water equal to, നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? മോൾസ് ഓഫ് CaCO3 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. therefore molarity of standard hard water equal to moles of CaCO3 0.28/100/1 liter അല്ലേ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമുക്ക് എന്ത് കിട്ടി? therefore M1 means molarity of standard hard water equal to 0.28/100. ഇതേപോലെ എഴുതുക. നിങ്ങളിത് സോൾവ് ചെയ്യാൻ നിൽക്കണ്ട, കാരണം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ 100 ഒക്കെ വരുന്നത് തന്നെ നമുക്ക് പ്രോബ്ലം ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് CaCO3. അപ്പോൾ അതുകൊണ്ട് സോൾവ് ചെയ്യേണ്ട. സ്റ്റെപ്പ് 1 ഇതേപോലെ ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കിയാൽ കുറച്ചുകൂടി ഇത് എളുപ്പമാവും. അപ്പോൾ ഡയറക്റ്റ് അടുത്ത ഇക്വേഷൻ എന്താണ്? നമ്മുടെ സ്റ്റെപ്പ് 2 DTA വേഴ്സസ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ ആണ്, ടൈട്രേഷൻ നമ്പർ 1. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വി നോ ദാറ്റ് എന്താണ് നമുക്കറിയുന്നത്? ഹാർഡ് വാട്ടർ EDTA M1V1 = M2V2. ഈ ഇക്വേഷനിലാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാരണം നമ്മൾ ഓൾറെഡി ഇത് ഡിറൈവ് ചെയ്യാൻ പഠിച്ചല്ലോ. സോ ഡയറക്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. M1V1 = M2V2. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഡീറ്റെയിൽസ് ഇത് കഴിഞ്ഞു, ഈ ഡീറ്റെയിൽസ് അപ്ലൈ ചെയ്തോ. M1 എത്രയാണ്? നമുക്ക് ഓൾറെഡി M1 കിട്ടി. എത്രയാണ്? 0.28/100 കിട്ടിയല്ലോ. V1 എത്രയാണ്? എത്ര വോളിയമാണ് എടുക്കുന്നത്? തന്നിട്ടുണ്ട് 100 ml. M2 അറിയില്ല. V2 എത്രയാണ്? തന്നിട്ടുണ്ട് 28 ml. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങളിത് സോൾവ് ചെയ്യുക. നിങ്ങൾക്കിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. എന്താ M2 കിട്ടുക? 0.28/28 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.01 molar. 0.01 molar and that is molarity of EDTA solution. Therefore molarity of EDTA solution, that is M2, equal to 0.01 molar and that is equation number 4. സ്റ്റെപ്പ് 2 കഴിഞ്ഞു. നോക്കി എത്ര സിമ്പിളാണെന്ന്. പ്രോബ്ലം ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. സ്റ്റെപ്പ് 3 EDTA വേഴ്സസ് സാമ്പിൾ ഹാർഡ് വാട്ടർ ടൈട്രേഷൻ 2 ചെയ്തോ. M1V1 = M2V2 is the required equation. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. M1 നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ M1 ഡാഷ്, കാരണം നമ്മളിവിടെ സാമ്പിൾ ഹാർഡ് വാട്ടറാണ് യൂസ് ചെയ്തത്, നേരത്തെ സ്റ്റാൻഡേർഡ് ആയിരുന്നു. M1 ഡാഷ് ഇൻറ്റു V1 എത്രയാണ്? നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 100 അല്ലേ, ഈ ഡീറ്റെയിൽസ്. M2 എത്രയാണ്? നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയല്ലോ 0.01 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി അടുത്ത എന്താണ്? V2 തന്നിട്ടുണ്ട് 33. അങ്ങനെയാണെങ്കിൽ M1 ഡാഷ് കണ്ടുപിടിച്ചോളൂ. 0.01 × 33/100. അപ്പോൾ നമുക്കിത് ഈ ഒരു വാല്യൂ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇതുപോലെ തന്നെ അവിടെ എഴുതുക. എന്നിട്ട് ടോട്ടൽ ഹാർഡ്നെസ് ഈക്വൽ ടു, ഞാനിപ്പോൾ ഡയറക്റ്റ് ചെയ്യുകയാണേ. ഇക്വേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. മൊളാരിറ്റി ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് ഓഫ് CaCO3 × 1000 നിങ്ങൾക്ക് എഴുതാം. M1 ഡാഷ് ഇൻറ്റു 100 × 1000 നിങ്ങൾക്ക് എഴുതാം. ഞാൻ ഡയറക്റ്റ് പറയുകയാണ്. M1 ഡാഷ് എത്രയാണ്? വേണമെങ്കിൽ എഴുതാം. M1 ഡാഷ് ഇൻറ്റു 100 × 1000 ആണ് ഇക്വേഷൻ അല്ലേ. അതിനാണെങ്കിൽ എഴുതിക്കോ. 0.01 × 33/100. ഇത് നിങ്ങൾ സോൾവ് ചെയ്യാൻ നിൽക്കരുത്. സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ട്. ഇതെങ്ങനെയാണ് ഈസി ആവുന്നതെന്ന് കണ്ടോ. അപ്പോൾ 100 ഇവിടെ നിന്ന് ഡയറക്റ്റ് പോയി അല്ലേ. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നോക്കി, നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യം പോലും ഈ പ്രോബ്ലത്തിലില്ല. ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ വരും. സോ അതുകൊണ്ട് നിങ്ങൾ സോൾവ് ചെയ്യാൻ നിൽക്കാത്തതാണ് നല്ലത്. സോ ടോട്ടൽ ഹാർഡ്നെസ് നമുക്ക് 330 കിട്ടി, ഓർത്ത് വെക്കുക. ഫൈനൽ സ്റ്റെപ്പിലോട്ട് കടന്നു. ഞാൻ ഇക്വേഷൻ ഇവിടെ തന്നെ ഉണ്ട്. M1V1 = M2V2. അത് അവിടെ തന്നെ ഉണ്ട്. എന്താ നമ്മൾ ഡീറ്റെയിൽസ് യൂസ് ചെയ്യേണ്ടത്? ഫൈനൽ ഡീറ്റെയിൽസ് അല്ലേ, ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇക്വേഷൻ നമുക്ക് M1 ഡാഷ് കൊടുക്കാൻ പറ്റില്ല. സോ ഡബിൾ ഡാഷ് ഇൻറ്റു V1 എത്രയാണ്? നമ്മൾ യൂസ് ചെയ്യുന്ന V1 100 തന്നെയാണ്. M2 0.01, V2 10 തന്നിട്ടുണ്ട്.
M1 ഡബിൾ ഡാഷ് നിങ്ങൾ കണ്ടുപിടിച്ചോ 0.01 ഇൻറ്റു 10/100. ഇത് ഞാൻ എന്താ പറഞ്ഞത്, ഇത് ചെയ്യണ്ട, കാരണം നമുക്കിത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് യൂസ്ഫുൾ ആണ്. പെർമനൻറ്റ് ഹാർഡ്നെസ് ഈക്വൽ ടു ഇതാ നിങ്ങൾ ചെയ്തോ M1 ഡബിൾ ഡാഷ് ഇൻറ്റു 100 ഇൻറ്റു 1000. സോ 0.01 ഇൻറ്റു 10/100 ഇൻറ്റു 100 ഇൻറ്റു 1000 എത്ര കിട്ടി? 100 ppm. നോക്കി എന്ത് എളുപ്പമാണ്, നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യം പോലും ഇല്ല. ആൻഡ് ഇതും നമുക്ക് കിട്ടി. ആൻഡ് ദിസ് ഇസ് സ്റ്റെപ്പ് നമ്പർ 6. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമ്പർ കൊടുക്കാം കേട്ടോ, അത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളിതനുസരിച്ചിട്ട് കൊടുത്താൽ മതി. ആൻഡ് ഇതും കഴിഞ്ഞു. ഇനി ഞാൻ ഡയറക്റ്റ് സ്റ്റെപ്പ് 5 ഇവിടെ തന്നെ എഴുതുകയാണ്. സ്റ്റെപ്പ് 5 ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. എന്താണ് സ്റ്റെപ്പ് 5 നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത്? എസ്റ്റിമേഷൻ ഓഫ് ടെമ്പററി ഹാർഡ്നെസ് അല്ലേ? നിങ്ങൾക്ക് തന്നെ ചെയ്യാലോ. ആ ഇക്വേഷൻ എഴുതുക. ടെമ്പററി ഹാർഡ്നെസ് ഈക്വൽ ടു ടോട്ടൽ ഹാർഡ്നെസ് മൈനസ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ടോട്ടൽ ഹാർഡ്നെസ് 330 അല്ലേ നമുക്ക് കിട്ടിയത്, അപ്പോൾ 100 മൈനസ് 230 ppm. ആൻഡ് ഇത്രയാണ് നമുക്ക് EDTൻ്റെ പ്രോബ്ലം ചെയ്യാനുള്ളത്. ഇപ്പം ന്യൂമറിക്കൽസ് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ 1-2 പ്രോബ്ലം ഇതേപോലെ പ്രീവിയസ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്റ്റെപ്പും ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും. 5 സ്റ്റെപ്പ് ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെങ്കിലും ആ ഒരു ഇപ്പം ഞാൻ റൈറ്റ് സൈഡിൽ വെച്ച ഫിഗറൊക്കെ വെച്ചിട്ട് ആലോചിക്കുക. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? മൊളാരിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ, സെക്കൻഡ് മൊളാരിറ്റി ഓഫ് EDTA, അടുത്ത സ്റ്റെപ്പിൽ ടോട്ടൽ ഹാർഡ്നെസ്, ദെൻ പെർമനൻറ്റ് ഹാർഡ്നെസ്, ഫൈനലി ടെമ്പററി ഹാർഡ്നെസ്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാൽക്കുലേഷൻ്റെ ക്ലാസ്. അപ്പോൾ എല്ലാവരും പോയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു.